Seas Ministries. ஒருவனை அவன் தாய் தேற்றுவது போல் நான் உங்களை தேற்றுவேன். நீங்கள் எருசலேமிலே தேற்றப்படுவீர்கள். ஏசாயா 66:13. As one whom his mother comforteth, so will I comfort you, and ye shall be comforted in Jerusalem. Isaiah 63. Isaiah 66:13. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே God Who Sees Ministries மூலமாக ஒவ்வொரு நாளும் தேவ செய்தியை கேட்டுக்கொண்டிருக்கிற தேவ பிள்ளைகள் யாவரையும் வாழ்த்துகிறேன். இந்த 11வது மாதத்தில் தேவனுடைய கிருபையும் சமாதானமும் பாதுகாப்பும் உங்களோடும் உங்கள் குடும்பங்களோடும் என்றென்றும் நிறைவாய் தங்கியிருப்பதாக. இந்த வருடத்தின் முதல் 10 மாதங்களை கடந்து 11வது மாதத்திற்குள் பிரவேசிக்க தேவனாகிய கர்த்தர் கிருபை செய்திருக்கிறார். இன்றளவும் தேவனாகிய கர்த்தர் நம்மை ஆசீர்வதித்து நடத்தி வருகிறார். இனியும் நம்மையும் நம் குடும்பங்களையும் ஆசீர்வதிக்க அவர் உண்மையுள்ளவராயிருக்கிறார். கர்த்தருடைய வார்த்தையை நாம் எந்த அளவுக்கு நம்பி வருகிறோமோ அந்த அளவுக்கு அதனுடைய பலனை நம்முடைய வாழ்க்கையிலே காணப்போகிறோம். அநேக தீங்குகள், வித்தியாசமான சூழ்நிலைகள், பிரச்சனைகள், தேவைகள் என்று எது நம்மை நெருக்கி வந்தாலும் நாம் அவை எல்லாவற்றையும் இந்த மாதத்திலே ஜெயிக்க போகிறோம். இதை விசுவாசித்து தேவனுடைய வார்த்தையை நம்பி அவருடைய இரக்கத்தையும் சமாதானத்தையும் பெற்று நாம் ஆசீர்வாதமாய் வாழ தேவனாகிய கர்த்தர் விரும்புகிறார். கர்த்தர் தாமே நம்மையும் நம் குடும்பங்களையும் இந்த மாதம் முழுவதும் பாதுகாத்து ஆசீர்வதிப்பாராக. ஆமென். കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ്സ് ഹൂ സീസ് മിനിസ്ട്രിയുടെ ഡയറക്ടറായിരിക്കുന്ന ദേവദാസൻ തോമസ് അവറുകൾ, മറ്റ് ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, എല്ലാവർക്കും വന്ദനം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 12-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ നമുക്ക് ചില മിനിറ്റുകൾ ധ്യാനിക്കാം. 12-ാം അധ്യായം 8-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. 10-ാമത്തെ വാക്യം: അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകും. പൗലോസ് വ്യക്തതയോടുകൂടി 10-ാം വാക്യത്തിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഒരു പ്രാർത്ഥനയുടെ മറുപടി പൗലോസിന് ലഭ്യമായതുകൊണ്ട് ആ മറുപടി നിമിത്തം അദ്ദേഹം സഹിക്കുവാൻ തയ്യാറായ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. എന്നാൽ ഈ തൻ്റെ ലേഖനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം കഷ്ടതയിൽ, പ്രതിസന്ധികളിൽ, പോരാട്ടങ്ങളിൽ, ആപത്തുകളിൽ
ഉപദ്രവങ്ങളിൽ സഹിഷ്ണുതയോടെ സഹിച്ച മനുഷ്യൻ ഈ പുസ്തകം അവസാനിക്കുമ്പോൾ അദ്ദേഹം പറയുക, എന്നെ വിട്ടത് നീങ്ങണം. 3 വട്ടം ദൈവത്തോട് ചോദിക്കുക. പക്ഷെ ചോദിച്ചതിനുള്ള ഒരു മറുപടി അല്ല ദൈവം കൊടുക്കുന്നത്. പക്ഷെ ചോദിച്ച ചോദ്യത്തിലും അധികമായ ഒരു വലിയ മറുപടി. ചോദിച്ചതൊന്ന്, ദൈവം നൽകി കൊടുത്തതൊന്ന്. നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് വചനം പഠിക്കുമ്പോൾ 8-ാം വാക്യം ചോദ്യം, 9-ാം വാക്യം ഉത്തരം, 10-ാം വാക്യം ഉത്തരം കേട്ട പൗലോസിന്റെ പ്രതികരണമാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 8-ാം വാക്യം പൗലോസിന്റെ ചോദ്യവും 9-ാമത്തെ വാക്യം ദൈവത്തിങ്കിൽ നിന്നുള്ള പൗലോസിന് വേണ്ടിയുള്ള മറുപടിയും 10-ാം വാക്യം മറുപടി കേട്ട പൗലോസിന്റെ പ്രതികരണവുമാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ദൈവത്തോട് യാചിക്കുന്ന യാചന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നാം ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന നിലവിളി ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നു വചനം, എളിയവരുടെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയാത്ത ദൈവം. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ ചെവി തുറന്നിരിക്കുന്നു. അപ്പോൾ നമ്മെ അറിയുന്ന, നമ്മെ കാണുന്ന, നമ്മുടെ അവസ്ഥകൾ വ്യക്തമായി നന്നായി അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള ഉത്തമമായ ഉറപ്പും ബോധ്യവും ആ ഒരു ദൃഢമായ ധൈര്യവും നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണല്ലോ യോശുവയോട് ദൈവം പറയുന്നത്, മോശ മരിച്ചു കഴിഞ്ഞ് അനന്തരമുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തെ ദൈവം നിയോഗിക്കുമ്പോൾ, ദൈവം അദ്ദേഹത്തെക്കുറിച്ചുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത, എനിക്ക് മുമ്പിൽ ലീഡറായിട്ട് നിന്ന മോശയെ എറിയാൻ കല്ലെടുത്തവർ, മോശക്കെതിരെ വിരൽ ചൂണ്ടിയവർ, മോശക്കെതിരെ ആക്രോശിച്ചവർ, പിറുപിറുത്തവർ, ഈ ഒരു ജനതയെ മുൻപോട്ട് നയിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? ആകെ പതറി, ആകെ തളർന്നു, മാനസികമായി വല്ലാത്ത അവസ്ഥകളിലായി. പക്ഷെ അവിടെയും ദൈവം പറയുന്നു, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. അതിൻ്റെ അർത്ഥം യോശുവയെ ദൈവം വ്യക്തമായി അറിഞ്ഞു. അവൻ്റെ മനോഭാവം, അവൻ്റെ അവസ്ഥകൾ, അവൻ്റെ ബലഹീനത, അവൻ്റെ സാഹചര്യങ്ങൾ എല്ലാം വളരെ വ്യക്തമായി അറിഞ്ഞിട്ടാണ് ദൈവം അവനൊരു മറുപടി കൊടുക്കുന്നത്. ആ മറുപടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയരെ, ദൈവം പറയുക, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഒരുപക്ഷെങ്കിൽ മാനസികമായി, ശാരീരികമായി, ആത്മീകമായി നിങ്ങൾ തളർന്നവരാകാം പല പല വിഷയങ്ങളിൽ. പക്ഷേ അവിടെ ദൈവം നിങ്ങളെ കാണുന്നു, ദൈവം നിങ്ങളെ അറിയുന്നു. കർത്താവ് പറയുന്നു, നിങ്ങൾ ഉറപ്പും ധൈര്യവും ഉള്ളവരായി. അത് രണ്ടും നമുക്ക് നഷ്ടപ്പെടരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഉറപ്പാണ്. പലപ്പോഴും നമുക്ക് ചോർന്നു പോകുന്നത് നമ്മുടെ ധൈര്യമാണ്. അതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. നീ പോകുന്ന ഇടത്തൊക്കെയും ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവം കൊടുക്കുന്ന ശക്തമായ വാഗ്ദത്തം, ആ വാക്കിൻ്റെ ഘനം, അതിൻ്റെ ശക്തിയുടെ മികവ്, അതിൻ്റെ ശ്രേഷ്ഠത യോശുവ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി അവൻ സഞ്ചരിച്ചു. ചിലതിനെയൊക്കെ അവൻ അവകാശമാക്കി. നമുക്കറിയാം ആ ചരിത്രം. ഞാൻ പറയുന്നതിൻ്റെ സാരം, നാം ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തരുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. മനുഷ്യനൊരു പക്ഷേ ശ്രദ്ധിച്ചെന്ന് വരികയില്ല, മനുഷ്യനൊരു പക്ഷേ കണ്ടെന്ന് വരികയില്ല, മനുഷ്യനൊരു പക്ഷേ അറിഞ്ഞെന്ന് വരികയില്ല. പക്ഷെ വ്യക്തമായി കാണുന്ന ഒരു സർവശക്തനായ ദൈവം സ്വർഗത്തിലുണ്ട്. മുകളിൽ ആകാശത്തെയും താഴെ ഭൂമിയെയും സമുദ്രത്തെയും അതിലുള്ളതിനെയും ഒക്കെ നിർമ്മിച്ച് ഭൂലോകത്തെയും ഭൂമണ്ഡലത്തെയും ഒക്കെ സകല കാര്യങ്ങളിലും സൃഷ്ടിച്ച് ദൈവം, ആ കർത്താവ് നമ്മെ അറിയാതിരിക്കുമോ? അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് ചോദിച്ച ചോദ്യം 3 വട്ടം ചോദിച്ചു. 3 വട്ടം ദൈവത്തോട് ചോദിക്കുന്നു. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിനകത്ത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം നട്ടുച്ച നേരത്ത് അവിടെ വരുന്നു. അവൻ തറയിൽ വീഴുന്നു.
അവൻ അന്ധനാകുന്നു. കുറച്ചുപേര് പിടിച്ചുകൂട്ടിച്ച് യൂദയുടെ വീട്ടിൽ, നിർവീഥി എന്ന തെരുവിൽ ഒരു വീട്ടിൽ കൊണ്ടിരുത്തുന്നു. അവിടെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അന്ന് മുതൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങിയ ഒരു മനുഷ്യനാണ്. നമുക്കറിയാം, അനന്യാസിന്റെ വരവോടുകൂടി അദ്ദേഹത്തിന്റെ കണ്ണു തുറക്കുന്നു, ദൈവത്തിന്റെ നിയോഗം അറിയിക്കുന്നു. അന്ന് മുതൽ കർത്താവിന് വേണ്ടി കഷ്ടങ്ങളും വേദനകളും അനുഭവിക്കുവാൻ ഇറങ്ങിത്തിരിച്ചൊരു മനുഷ്യൻ. ആ മനുഷ്യൻ പലതും പറഞ്ഞ് നമുക്കറിയാം. കഷ്ടത സഹിക്കണം, കഷ്ടം അനുഭവിക്കാൻ വരം തന്നിരിക്കുന്നു, കഷ്ടങ്ങളെ നിങ്ങൾ വിചാരിച്ചാൽ കഷ്ടങ്ങൾ സാരമില്ല, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ദൈവം നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ ഒരു പരീക്ഷ നിങ്ങൾക്ക് തരികയില്ല, അഥവാ പരീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ അതോടുകൂടെ പോക്കുവഴിയും ഉണ്ടാക്കും. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അവൻ പ്രാപ്തനാണെന്നും പലയിടങ്ങളിൽ പറഞ്ഞ മനുഷ്യൻ ഇവിടെ ചോദിക്കുന്നു. 3 വട്ടം ദൈവത്തോട് ചോദിക്കുന്നു. പക്ഷെ ആ ചോദിച്ചതിനൊരു മറുപടിയല്ല ദൈവം കൊടുത്തത്. അതിലും ഉപരിയായ ഒരു മറുപടി, ദൈവത്തിൻ്റെ കൃപ. ഈ ദിവസങ്ങളിൽ ചില ചോദ്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നവരാവാം. പക്ഷേ ഒരുപക്ഷെ ചോദ്യത്തിനുള്ള മറുപടിയല്ല നമുക്ക് ലഭ്യമാകുന്നത്. ആ ചോദിച്ച ചോദ്യത്തിൻ്റെ തീവ്രതയനുസരിച്ച് അതിനെ ഫേസ് ചെയ്യാൻ, അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരാത്മശക്തി, ഒരു ദൈവകൃപ ദൈവം നമ്മുടെ മേൽ തരും. നമുക്ക് ചിലതിനെ ജയിക്കാൻ കഴിയും, നമുക്ക് ചിലതിനെ മറികടക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയരെ, ചിലപ്പോൾ ചില വിഷയങ്ങൾക്ക് മറുപടി നാം ചോദിക്കുന്നതല്ല നമുക്ക് ലഭ്യമാകുന്നത്. ചിലപ്പോൾ ചോദിച്ചതിന് മറുപടി നമുക്ക് ലഭ്യമാകും. എന്നാൽ എല്ലാം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഒരു പക്ഷെങ്കിൽ പൗലോസ് 3 വട്ടം ചോദിച്ച ചോദ്യത്തിന് ദൈവം മറുപടി കൊടുത്തിരുന്നെങ്കിൽ അവസാനം പൗലോസ് പറയില്ലായിരുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചിലതൊക്കെ നമ്മളിൽ നിന്ന് മാറാതിരിക്കുന്നത് നമ്മൾ നിത്യതയിൽ എത്തണമെന്ന് ദൈവത്തിന് ഉത്തമമായ ബോധ്യമുണ്ട്. ചിലതൊക്കെ മാറാതിരിക്കുന്നത് നാം നിത്യതയിൽ കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, പൗലോസിനോട് ദൈവം പറഞ്ഞു കാണും, പൗലോസേ, താങ്കളുടെ ദർശനത്തെക്കാൾ, വെളിപ്പാടിനേക്കാൾ, പ്രസംഗത്തെക്കാൾ, നിങ്ങളുടെ ആ വലിയ ആത്മശക്തിയേക്കാൾ നിങ്ങൾ നിത്യതയിൽ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബാക്കിയുള്ളതെല്ലാം പുറകെ നിൽക്കട്ടെ, പക്ഷേ ആത്യന്തികമായ ലക്ഷ്യം നിങ്ങൾ നിത്യതയിൽ എത്തണമെന്നുള്ളത്. അതുകൊണ്ട് ചിലതൊക്കെ മാറാതിരിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്നാൽ അത് മാറുന്നില്ല എങ്കിൽ അതിനെ മറികടക്കാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ ദൈവം നമുക്ക് നൽകിത്തരും. പ്രിയരെ, 8-ാം വാക്യം ചോദ്യം, 9-ാം വാക്യം പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ബലഹീന സാഹചര്യങ്ങളിൽ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃപ തന്ന് നമ്മെ അവിടെ നിലനിർത്തുവാൻ കരുത്തനായ ഒരു ദൈവം, തകർന്നു പോകാതെ, താളടിയാകാതെ, വീണു പോകാതെ നമ്മെ ജയത്തോടെ നിർത്തുന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 10-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, ദൈവത്തിങ്കിൽ നിന്നും മറുപടി കേട്ട പൗലോസിൻ്റെ പ്രതികരണം. പലർക്കും ഇങ്ങനെയില്ല. ചോദ്യം ദൈവത്തോട് ചോദിക്കും, ആൻസർ കിട്ടും, പിന്നെ ദൈവത്തോടൊരു പ്രതികരണമില്ലാതെ പോകുന്ന ആൾക്കാരെ നമുക്കറിയാം. എന്നാൽ ഈ ദിവസങ്ങളിൽ പൗലോസിനെ പോലെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമ്പോൾ, ദൈവാനുഗ്രഹം പ്രാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നല്ല നിലയിൽ പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. അദ്ദേഹം പറയുക, ദൈവം കൊടുത്ത മറുപടി കേട്ട പൗലോസിൻ്റെ പ്രതികരണം, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. പ്രിയരെ, ദൈവശക്തി നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ബലഹീനതയിൽ പ്രശംസിക്കുന്നവരാകണം. ദൈവാത്മാവിൻ്റെ സ്വാധീനം നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ബലഹീന സാഹചര്യങ്ങളിൽ നമ്മൾ കരുത്തോടെ, ഉറപ്പും ധൈര്യത്തോടെ നിൽക്കുന്നവരാകണം. അടുത്ത അദ്ദേഹം പറയുക, അതുകൊണ്ട് ഞാൻ, ഏതുകൊണ്ട്? എൻ്റെ ബലഹീനതയിൽ ആത്മശക്തി ഇറങ്ങി വരുന്നത് കൊണ്ട്. ബലഹീനതയും കയ്യേറ്റവും ബുദ്ധിമുട്ടും ഉപദ്രവവും ഞെരുക്കവും ഞാൻ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ഞാൻ ബലഹീനനാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശക്തി ഉള്ള ഒരു വ്യക്തിയായി മാറുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ബലഹീനതയിൽ ശക്തി തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിലുള്ള ഉറപ്പും ധൈര്യവുമായി നമുക്ക് മുമ്പോട്ട് സഞ്ചരിക്കാം. നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ കുടുംബം എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ കേട്ട ദൈവവചന ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമാകട്ടെ. എല്ലാ ദൈവദാസന്മാരെയും അവരുടെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഗോഡ്സ് ഹോസീസ് മിനിസ്ട്രിയുടെ ഡയറക്ടർ ആയിരിക്കുന്ന തോമസ് സാറിനായി പ്രാർത്ഥിക്കുന്നു. മറ്റ് സഹഭടന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. ശുശ്രൂഷയുടെ അതിരുകളെ വിശാലമാക്കി ആത്മശക്തിയുടെ അളവറ്റ വലിപ്പം ഓരോ മക്കളുടെ മേലും ദൈവം വെളിപ്പെടുത്തണം. എല്ലാ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കൂടെയുണ്ടേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂടെയുണ്ടേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂടെയുണ്ടേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട്, എന്നുര ചെയ്തവൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട്, എന്നുര ചെയ്തവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ആഴിയിന്നാഴത്തിൽ കൂടെയുണ്ട്, ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആഴിയിന്നാഴത്തിൽ കൂടെയുണ്ട്, ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആവശ്യ നേരത്തൻ കൂടെയുണ്ട്, ആശ്വാസദായകൻ കൂടെയുണ്ട്. ആവശ്യ നേരത്തൻ കൂടെയുണ്ട്, ആശ്വാസദായകൻ കൂടെയുണ്ട്. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും, വെള്ളമെൻ മീതെ
വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും വെള്ളമെൻ മീതെ കവിയുകില്ല. വെന്തു പോകില്ല ഞാൻ തീയിൽ നടന്നാൽ, എൻ താതൻ എന്നോടു കൂടെയുണ്ട്. വെന്തു പോകില്ല ഞാൻ തീയിൽ നടന്നാൽ, എൻ താതൻ എന്നോടു കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്, യാക്കോബിൻ ദൈവമെൻ കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്, യാക്കോബിൻ ദൈവമെൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിലും കൂടെയുണ്ട്, ലോകാന്ത്യത്തോളമെൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിലും കൂടെയുണ്ട്, ലോകാന്ത്യത്തോളമെൻ കൂടെയുണ്ട്. കൂടെയുണ്ടേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂടെ